ഏറ്റവും പ്രിയപ്പെട്ട സാറ ടീച്ചർ, അനുപമ മിനി ചേച്ചി, വേദിയിൽ ഇരിക്കുന്ന പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, വനിതാ ദിനത്തിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ വെച്ചതിൽ ആദ്യമേ തന്നെ പ്രസ് ക്ലബിനെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സാമൂഹിക വിഷയം അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ജെൻഡർ സെൻസിറ്റിവിറ്റി ഇൻ മീഡിയ എന്നുള്ളത്. ഞാൻ വളരെ വർഷക്കാലം മുമ്പത്തെ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ പോവാൻ ആഗ്രഹിക്കുന്നത്. 2007 ഇവിടെ സഹയാത്രിക എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അത് വുമൺ ബോൺ മൈനോറിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണ്. വുമൺ ബോൺ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളായിട്ട് ജനിച്ച സ്ത്രീകൾ എന്നുള്ളതിലപ്പുറം സ്ത്രീകൾ, പെൺകുട്ടികൾ, ലെസ്ബിയൻസ്, ബൈസെക്ഷൽസ് ആൻഡ് ട്രാൻസ്മെൻസ്, അങ്ങനെ പലതരത്തിലുള്ള ഐഡന്റിറ്റി ഉള്ള, ഡൈവേഴ്സിറ്റി ഉള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിരുന്നു. അപ്പൊ ഈ സംഘടന ആദ്യമായിട്ട് നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു ഇടം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം. അത് തൃശ്ശൂർ സാഹിത്യ അക്കാദമി വെച്ചിട്ടാണ് നടന്നത്. അതോടൊപ്പം തന്നെ ആ സമയം തന്നെ ഫോം ജ്വാല എന്നൊരു ഓർഗനൈസേഷൻ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു. അതും സെക്ഷൽ മൈനോറിറ്റീസ് ആയിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ FSW ഫീമെയിൽ സെക്സ് വർക്കേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഇതിന്റെ ചുക്കാൻ പിടിച്ചിരുന്നവര് അന്നത്തെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള മൈത്രേയൻ, ജയശ്രീ പോലുള്ള ആളുകളായിരുന്നു. പോൾസൺ റാഫേൽ, നളിനി ജമീല, അങ്ങനെയുള്ള ആളുകളായിരുന്നു. അപ്പൊ അവര് എഴുത്തച്ഛൻ ഹാളില് തൃശ്ശൂർ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് ചർച്ചകളൊക്കെ അവസാനിച്ച ശേഷം ഈ തൃശ്ശൂർ റൗണ്ടിലൂടെ ഒരു റാലി ചെയ്തു. അപ്പൊ അന്ന് പിറ്റേ ദിവസം മാധ്യമങ്ങളിൽ വന്ന വാർത്ത, കേരളത്തിൽ ആദ്യമായി ഹിജഡകളുടെ സംസ്ഥാന സമ്മേളനം എന്നായിരുന്നു. അപ്പൊ ഈ വാർത്ത എഴുതിയിട്ടുള്ള ആൾക്കാർ മുഴുവനും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ്. പലരുടെയും അവിടെ നിന്ന് ഇങ്ങോട്ട് 2025 നിൽക്കുമ്പോൾ ട്രാൻസ്ജെൻഡർ എന്തെങ്കിലും എഴുതാൻ മീഡിയക്കാർ പഠിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരു സോഷ്യൽ ചേഞ്ച് എന്നാണ് ഞാൻ കരുതുന്നത്. അതിലുപരി അവർ സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും കൂടി ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. പ്രധാനമായിട്ട് നമ്മൾ വുമൻസ് ഡേയിൽ എപ്പോഴും സംസാരിക്കുമ്പോൾ പുരുഷന്മാര് വളരെയധികം ചർച്ചയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ വളരെയധികം ഇമോഷണൽ ആയിട്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് നെടുവീർപ്പിടണം. കാരണം പുരുഷന്മാരങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് പറയേണ്ട ഒരു ഗതികേട് ഇവിടെ വരുത്തിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനെയാണ് ശരിക്കും നമ്മള് കാറ്റൂതി വിടേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. സത്യത്തില് പുരുഷനും സ്ത്രീയും മറ്റ് ജെൻഡറിൽപ്പെട്ട ആളുകളൊക്കെ അടങ്ങിയത് തന്നെയാണ് ഒരു സമൂഹം. അതുകൊണ്ട് അവനവന്റെ ഐഡന്റിറ്റിയെ തിരിച്ചറിയാനുള്ള ഒരു പ്രേരണ, അതിന്റെ ഒരു സാധ്യത ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതുണ്ടെന്നുള്ളതാണ്. അതിന്റെ പ്രാരംഭ നടപടികൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാ. ഒന്ന്, നമ്മൾ ഈ ഫെമിനിസത്തെ അതിന്റെ റൂട്ടിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഫെമിനിസം എത്രത്തോളം സാധ്യമായിരുന്നു സാധാരണ മനുഷ്യർക്ക് എന്നുള്ളതാണ്. അതായത് വളരെ വിദ്യാഭ്യാസപരമായും ജാതിയിലും അന്തസ്സിലും സാമ്പത്തിക സ്രോതസ്സിലും ഒക്കെ ഉയർന്ന സ്ത്രീകളുടെ ഫെമിനിസത്തിൽ നിന്ന്, വൈറ്റ് ഫെമിനിസത്തിൽ നിന്ന് ബ്ലാക്ക് ഫെമിനിസത്തിലേക്കും ദളിത് ഫെമിനിസത്തിലേക്കും ട്രാൻസ് ഫെമിനിസത്തിലേക്കും മുസ്ലിം സ്ത്രീകളുടെ ഫെമിനിസത്തിലേക്കൊക്കെ ഫെമിനിസത്തിനെ അതിന്റെ റൂട്ട് മാറ്റിയിട്ടുള്ളതൊക്കെ തന്നെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. അതിനുശേഷമാണ് നമ്മൾ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ജെൻഡറിന്റെ ഡൈവേഴ്സിറ്റിയെ, ജെൻഡർ ന്യൂട്രാലിറ്റിയെ, ജെൻഡർ ഇൻക്ലൂസിവിറ്റിയെ, അതിന്റെ ഒരു പെർസ്പെക്റ്റീവിനെയൊക്കെ തന്നെ നമുക്ക് മാറ്റിമറിക്കാനായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിനും സയൻസിനും ടെക്നോളജിക്കൊക്കെ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെയാണ് ഈ പുതിയ കാലഘട്ടത്തിൽ ഇപ്പൊ നേരത്തെ ആ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് സാറ ടീച്ചർ പറഞ്ഞു. എങ്ങനെയാണ് കാസ്റ്റ് ഒരു ഡൈവേഴ്സിറ്റി ആവുന്നത്, ജെൻഡർ ഒരു ഡൈവേഴ്സിറ്റി ആവുന്നത്, കളർ ഒരു ഡൈവേഴ്സിറ്റി ആവുന്നത്, റിലീജിയൻ ഒരു ഡൈവേഴ്സിറ്റി ആവുന്നത്, അങ്ങനെ പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റി അടയാളപ്പെടുത്തുമ്പോഴാണ് നമ്മളിപ്പോ സംസാരിക്കുന്ന ഇന്റർസെക്ഷനാലിറ്റിയിലേക്ക് വരുന്നത്. ഇന്റർസെക്ഷനാലിറ്റി അഡ്രസ് ചെയ്യുന്നത് 80കളിലാണ്. അതൊരു ബ്ലാക്ക് വുമൺ ആണ്. അപ്പൊ അവര് പറയുന്നത് ഐ എം എ വുമൺ ബട്ട് ഐ എം എ ബ്ലാക്ക്. അതായത് ഒരു സ്ത്രീ എന്നുള്ള ഒരു പ്രശ്നം ഞാൻ അനുഭവിക്കുന്നുണ്ട്, സ്ത്രീ എന്നുള്ള വലിയ തോതിലുള്ള പ്രശ്നം ഞാൻ അനുഭവിക്കുന്നുണ്ട്, അതിന്റെ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നുണ്ട്, അതിന്റെ ഹറാസ്മെന്റ് അനുഭവിക്കുന്നുണ്ട്, അതിന്റെ ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട്, അതിന്റെ ഒരു വൾനറബിലിറ്റി അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും
അതിന്റെ ഒപ്പം തന്നെ ഞാനൊരു ബ്ലാക്ക് ആണെന്നുള്ള, കറുത്ത വർഗ്ഗക്കാരിയാണെന്നുള്ള പ്രശ്നം കൂടി ഞാൻ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഈ ഇന്റർസെക്ഷനാലിറ്റിയെ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിനെ ലെയർ ചെയ്യാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു സ്ത്രീയുടെ സ്ത്രീ എന്നുള്ളൊരു ഐഡന്റിറ്റി മാത്രമല്ല എന്നുള്ളതും, അതിനപ്പുറമുള്ള അവളുടെ ജാതിയുടെയും റിലീജിയന്റെയും വിദ്യാഭ്യാസത്തിന്റെയും സമയത്തിന്റെയും ഇടത്തിന്റെയും നിലനിൽപ്പിന്റെയും സ്പേസിന്റെയും എക്കണോമിക്കൽ ബാലൻസിന്റെയും ആരോഗ്യത്തിന്റെയും നിയമത്തിന്റെയും അങ്ങനെ പല കാര്യങ്ങളിലുള്ള ഒരു ഇന്റർസെക്ഷനാലിറ്റി ലെയറിംഗ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോ മനുഷ്യരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതൊരു പുരുഷന്റെ ആയാലും എല്ലാ പുരുഷന്മാരും ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഈക്വാലിറ്റി സ്പേസിലല്ല ഉള്ളത്. എങ്ങനെയാണ് ഹിറ്റ്ലർ ഒരു ആര്യൻ സിസ്റ്റത്തെ കൃത്യമായിട്ട് ഐഡന്റിറ്റി ചെയ്തിരുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് ബ്ലാക്ക് പുരുഷന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന ആര്യൻ വംശമല്ലാത്ത പുരുഷന്മാരൊക്കെ അനുഭവിച്ചിരുന്ന സ്റ്റിഗ്മ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോഴും കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബ്ലാക്സിനെയും മറ്റ് ജനുസിൽപ്പെട്ട പുരുഷന്മാരെയൊക്കെ ചുട്ടരിച്ച സ്ഥലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ വളരെ എലീറ്റ് ആയിട്ടുള്ള ആ അന്തസ്സിന് ചേരാത്ത ആ സവർണതയെ ഒക്കെ അടക്കി പിടിച്ചുകൊണ്ട് അതിനെയൊക്കെ മുറുക്കെ പിടിച്ചുകൊണ്ടിരുന്ന സംസ്കാരത്തിൽ നിന്ന് നമ്മൾ വിചാരിക്കും നമ്മുടെ ലോകം മാറി എന്നുള്ളത്. അല്ല, അതിനെ തിരിച്ചു കൊണ്ടുവരാനാണ് ഇപ്പോൾ ട്രംപിനെ പോലുള്ള ആൾക്കാർ ശ്രമിക്കുന്നത്. അവര് അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രയോഗങ്ങള് നമ്മുടെ നാട്ടിലും ഒളിഞ്ഞും തറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. അതാണ് നമ്മളിപ്പോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷിത ജഗത്ത് എന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ ഒരു രാഷ്ട്രീയ പ്രമുഖൻ ആയിട്ടുള്ള വ്യക്തി ചെയ്തിട്ടുള്ള ആക്രമണം. സത്യത്തിൽ അന്ന് ഞാൻ അതിശയിച്ചു പോയത് എന്തുകൊണ്ടായിരുന്നു, എന്റെ ഫേസ്ബുക്കിലുള്ള മാധ്യമ സുഹൃത്തുക്കൾ പോലും ആ പെൺകുട്ടിക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് ഞാൻ കണ്ടില്ല. അതിനുശേഷം നടന്ന സൂര്യ എന്ന പെൺകുട്ടിക്ക് നടന്നിട്ടുള്ള ആക്രമണം. പക്ഷെ നമ്മളതൊക്കെ മറന്നു. ഇന്ന് അയാളെ സെലിബ്രേറ്റ് ചെയ്യാണ്. ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് അദ്ദേഹം പോകുന്നത് കണ്ടോ, അദ്ദേഹം ഇരിക്കുന്നത് കണ്ടോ, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് കണ്ടോ. അത് ശരിക്കും ഉണ്ടാക്കപ്പെടുന്ന ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മൾ നിലനിൽക്കുന്ന ഒരു മീഡിയ സിസ്റ്റത്തില് എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് ചെയ്യപ്പെടുന്നത്. ഒന്ന്, ലെഗസി മീഡിയയും ന്യൂ മീഡിയയും. അതായത് പണ്ടത്തെ മീഡിയാസിനെയാണ് നമ്മൾ ലെഗസി മീഡിയ എന്ന് അടയാളപ്പെടുത്തുന്നത്. ന്യൂ മീഡിയ, അതായത് ആൻഡ്രോയിഡ് ഫോണുള്ള നിങ്ങൾക്ക് ആർക്കും ഇന്ന് ന്യൂ മീഡിയ ആവാം. അത് നിങ്ങളുടെ വസ്ത്രത്തെയും ഭക്ഷണത്തെയും ശരീരത്തെയും സഞ്ചാരത്തെയും ഒക്കെ അടയാളപ്പെടുത്തും. അപ്പം നമ്മൾ അത്തരം ആളുകളെ ബാൻ ചെയ്യണമെന്നുള്ള കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ പ്രശ്നം നിൽക്കുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ്ബുക്കോ ട്വിറ്ററോ യൂട്യൂബോ വാട്സപ്പോ ഇതൊക്കെയാണ് ശരിക്കും. അതല്ലാതെയുള്ള മീഡിയ നമ്മുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ നടന്നു പോയാൽ എന്റെ അനുവാദമില്ലാതെ എന്റെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആളുകളുണ്ട്. അവരോട് ചോദ്യം ചെയ്താൽ പറയും ഞങ്ങൾ മീഡിയക്കാരാണ്. ഇപ്പൊ പല പബ്ലിക് പ്ലേസിലും നമുക്ക് പോവാനായിട്ടുള്ളൊരു മടിയും പ്രശ്നവും ഉണ്ട്. നേരത്തെ അനുപമ എന്നോട് പറഞ്ഞത് സംസാരിച്ചപ്പോ ഞാനിപ്പോ ഫേസ്ബുക്കും ഇതൊക്കെ യൂസ് ചെയ്യുമ്പോ ഭയങ്കര പേടിയാണ്, എനിക്ക് തെറി കേൾക്കുന്നത് പേടിയാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ ഒത്തിരി തെറി കേട്ട ഒരാളാണ്. എനിക്ക് തെറി എന്ന് പറഞ്ഞ കാര്യം പേടിയേ ഇല്ല. കാരണം എന്താ അവര് തെറിയെന്ന് ഉപയോഗിക്കുന്നത്? അത് സ്ത്രീ ശരീര അവയവങ്ങളെയോ സ്ത്രീ ശരീരത്തെയോ അടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് പുരുഷൻ അല്ലെങ്കിൽ ആ പുരുഷാധിപത്യ പേട്രിയാക്കി ഉണ്ടാക്കിയിട്ടുള്ള പദങ്ങളാണ് എന്നുള്ളതാണ്. അപ്പം ഇപ്പൊ നമുക്ക് പറയാം, ഈ കേരളത്തിലുള്ള മിക്ക തെറികളും ശരീരത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള തെറികളാണ്. അതിലുപരി സെക്ഷൽ ആക്ടിവിറ്റിയെ ഉൾപ്പെടുത്തിയിട്ടുള്ള തെറികളാണ്. ലൈംഗിക പ്രക്രിയയെ ഉൾപ്പെടുത്തിയിട്ടുള്ള തെറികളാണ്. ഇപ്പൊ തേവടിച്ചി എന്നുള്ളൊരു വാക്ക് അത് യഥാർത്ഥത്തിൽ തേവരുടെ അച്ചി എന്നുള്ളൊരു വാക്കാണെന്നുള്ളതാ. അതിലുപരി ഇപ്പം ഒരു സ്ത്രീയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ, ഇപ്പൊ വെടി എന്ന് ഉപയോഗിക്കുന്ന വാക്ക് എന്താ, നമ്മൾ അമ്പലത്തിലുള്ള വെടിക്കെട്ട് എന്നൊക്കെയാണ്. പക്ഷെ ഇതിനെങ്ങനെയാണ് സ്ത്രീയുടെ ശരീരവുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്? പക്ഷെ ഇന്ന് അത് ഉപയോഗിക്കുന്ന വളരെ സാമ്പ്രദായികമായിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ പറയുന്ന ന്യൂ മീഡിയക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്നാണ് കരുതുന്നത്. അതായത് ഇപ്പം ഹണി റോസിനെ ഇത്തരത്തിലേക്ക് എത്തിക്കുന്നതിന് ന്യൂ മീഡിയക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഹണി റോസിന്റെ പിൻഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ കണ്ടോ? അപ്പൊ എന്താ,
അവിടെ പിൻഭാഗവും ഡ്രസ്സും, കാരണം ഹണി റോസിന് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല ഹണി റോസിന്റെ ശരീരത്തിൽ എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല. ബട്ട് എനിക്കറിയാം, ഞാൻ ഹണി റോസിനെ മേക്കപ്പ് ചെയ്തിട്ടുള്ളതാണ്, സാരി ഉടുപ്പിച്ചിട്ടുള്ളതാണ്. ഹണി റോസിന്റെ ശരീരത്തിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയാം. അവർ അണ്ടർസ്കേർട്ട് വരെ ഉടുപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്കറിയാം വാട്ട് എന്നുള്ളത്. പിന്നെ ഒരാളുടെ ശരീരത്തിൽ മാറ്റം വരുത്തണോ മാറ്റം വരുത്തണ്ടയോ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അത് അവരുടെ തീരുമാനമാണ്. ഇവിടെ ഒരു പുരുഷനാണ്, ഇപ്പൊ മോഹൻലാൽ ബോട്ടോക്സ് ചെയ്താൽ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു സ്ത്രീ, അത് മഞ്ജു വാര്യർ ഇപ്പൊ നോസ് സർജറി ചെയ്താലോ, ശ്രീദേവി നോസ് സർജറി ചെയ്താലോ ഒക്കെ വലിയ ഇഷ്യൂസ് ആണ്. ഇത് ഗ്ലോബലി പലരും ചെയ്യുന്നതാ. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായിട്ടുള്ള മോഡൽസ് ആണ് കിമ്മോ, കെയ്ലിയോ, കെൻഡലൊക്കെ. വലിയ മില്യൺസ് ഡോളേഴ്സും ഒക്കെ, അതായത് ഇവിടെയുള്ള ആളുകളെക്കാൾ വളരെയധികം ഫോളോവേഴ്സ്, ഇപ്പം നമ്മുടെ ബിയോൺസിനെക്കാട്ടും വളരെയധികം ഫോളോവേഴ്സ് ഉള്ള മോഡലാണ് കെയ്ലിയും കെൻഡലൊക്കെ. അത്രയധികം മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ആളുകളാണ്. അത്രയധികം പൈസ അവർക്കുണ്ട്. അവരൊക്കെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റം, ഇപ്പൊ നമ്മള് കുടിക്കുന്ന മദ്യം, ഏറ്റവും വലിയ മദ്യമാണ് ടക്കീല. ടക്കീലയുടെ ഫൗണ്ടറും ടക്കീല നിർമ്മിക്കുന്ന ഒരു കുട്ടി കൂടിയാണ് കെയ്ലി എന്ന് പറയുന്നത്. അപ്പം അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ് അവര് ശരീരത്തിൽ വരുത്തുന്ന മാറ്റം ലോകത്തിന് വലിയ പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ കേരളത്തില് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് വലിയ പ്രശ്നമാക്കുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് മീഡിയ സെൻസേഷൻ ന്യൂസുകൾക്കുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ സാറ ടീച്ചറിനെ പോലെ സരിതയും സ്വപ്നയും മാത്രമല്ല, സൗമ്യ മരിച്ചപ്പോ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്തിനാണ് ആ സമയത്ത് പോയത്? ഡൽഹി പെൺകുട്ടിയെ പോയപ്പോഴും നമ്മൾ ചോദിച്ചത് എന്തിനാണ് ആ സമയത്ത് പോയത്, എന്തിനാണ് സ്ലീവ്ലെസ് ഇട്ടത് എന്നുള്ളത് ചോദിച്ചത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സില് 1ാം സ്ഥാനത്ത്, സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റാത്ത 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യത്താണ് ഞാൻ നിന്ന് സംസാരിക്കുന്നത്. 2025 അവിടെയാണ് ഒരു സ്ത്രീ വന്ന് പറഞ്ഞത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ വനിതാ സംവരണ ബില്ല് കൊണ്ടുവരും, അത് ഉണ്ടാക്കി ഇതുണ്ടാക്കുന്നു. സ്വതന്ത്രമായി നമുക്ക് നടക്കാൻ പറ്റാത്ത രാജ്യത്ത് എന്ത് ബില്ല് കൊണ്ടുവന്നിട്ട് എന്താ, എന്ത് ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിട്ട് എന്താ? ഇന്നത്തെ മാതൃഭൂമിയുടെ ബാക്ക് പേജ് നിങ്ങൾ എടുത്ത് നോക്കൂ. കോടിക്കണക്കിന് ഗ്യാസ് കുറ്റികളാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതാണ് ഞങ്ങളുടെ സ്ത്രീ ശാക്തീകരണം. അപ്പം ഇങ്ങനൊരു സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മള് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് സംസാരിക്കുന്നത്, ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതിൽ തന്നെ മീഡിയ റിപ്പോർട്ടിംഗ്, നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള, ക്യൂർ സെൻസിറ്റീവ് ആയിട്ടുള്ള, ഇന്റർസെക്ഷണൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണോ സ്ത്രീയെ, ഇപ്പൊ ശാസ്ത്രജ്ഞ എന്ന് പറയുന്ന പോലെ ഒത്തിരി വാക്കുകളുണ്ട്. കന്യകനില്ല, ചൊവ്വാദോഷക്കാരനില്ല, മച്ചനില്ല, കലാകാരന്മാർ, കലാകാരികൾ എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല, കലാകാരർ. ഇപ്പൊ കലാകാരൻ എന്ന് പറയുമ്പോൾ മറ്റ് ജെൻഡറിൽപ്പെട്ട ആളുകളെ സൂചിപ്പിക്കാൻ അവിടെ വാക്കുകളേ ഇല്ല. അപ്പൊ അങ്ങനെ വളരെ ലിംഗസവിശേഷതയുള്ള, വളരെ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള വാക്കുകൾ നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അത് വളരെ ഇൻക്ലൂഷനോട് കൂടിയുള്ള വാക്കുകളായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യകതയുണ്ട്. അതിന് നമ്മൾ സെൻസിറ്റീവ് ആവേണ്ടതുണ്ട്, അവെയർ ആവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ കുടുംബവ്യവസ്ഥിതിയും രാഷ്ട്രീയവും സാമൂഹ്യ പരിസരവും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം കേരളം അത്രത്തോളം പുരോഗമനപരമായിട്ടുള്ള ഒരിടമാണെന്നൊന്നും എനിക്ക് കരുതാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോകുന്നത്. 2001 ഞാൻ ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു നഗരത്തിലേക്ക് ഞാൻ പോകുന്നത്. അന്ന് ആ നഗരത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ജീവിത സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്. വളരെ ഓപ്പൺ ആയെന്ന് പറയുന്നത് അവിടെ രാത്രികളോ പകലോ ഒന്നും ആരെയും നിർബന്ധിക്കുകയോ ഉപദ്രവിക്കുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യാത്ത ഒരു സ്ഥലമാണ്. ഞാൻ അന്നൊക്കെ പോകുമ്പോ കമേഴ്സ് സ്ട്രീറ്റിലോ മെജസ്റ്റിക്കിലോ MG റോഡിലൊക്കെ നമ്മള് വാക്ക് ചെയ്യും, നടക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കും, നമ്മൾ ലിപ്സ്റ്റിക് ഇടും, നമുക്ക് വേണ്ട. പക്ഷെ നമ്മളെ ആരും ബോധരേയില്ല. പക്ഷെ ഇവിടെ ഞാൻ വരുമ്പോ, അല്ല ഈ നാട്ടിൽ നിൽക്കുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അതിലുപരി ഇവിടെ ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ അത് അനുഭവിക്കുന്നത് അനുഭവം അറിയാൻ തോന്നുന്നു അല്ലേ?
കാരണം നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് ഇവിടെ ആളുകളുണ്ട്. അത് നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലോ, പരിസരത്തുള്ള ആളുകൾ, അയൽപ്പക്കത്തെ ആളുകളോ. അപ്പൊ നമ്മളൊക്കെ പറയും ഈ ഗ്രാമങ്ങളൊക്കെ ഭയങ്കര വിശുദ്ധിയാണ്, അവിടെ ഭയങ്കര സംഭവം, ഒരു ചുക്കുമില്ല. ഗ്രാമങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന ചോദ്യങ്ങൾ ആദ്യം കേട്ടിട്ട് നഗരത്തിലേക്ക് വന്നത്. അപ്പൊ നഗരത്തിലും കാര്യന്വേഷികൾ ഉണ്ടെന്നാണ്. കാരണം ഞാൻ 5 ഇയർ അവിടെ ജീവിച്ചപ്പോൾ ഞാനൊരു ഫ്ലാറ്റിലാണ് ജീവിച്ചത്. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ ആര് സുഹൃത്തുക്കൾ വന്നു പോകുന്നു, ഞാൻ ഏത് സമയത്ത് വന്നു പോകുന്നു, ഞാൻ ഏത് വസ്ത്രം ഉപയോഗിക്കുന്നു, ഞാൻ ആരുടെ കൂടെ വന്നു എന്നൊന്നും അവിടെ ആർക്കും സമയമില്ല അത് അന്വേഷിക്കാൻ. അപ്പൊ അവിടെയൊക്കെ പബ്ബുണ്ട്, നൈറ്റ് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ആഫ്റ്റർ BJP വന്നതിന് ശേഷമാണ് അതൊക്കെ അടച്ചു പൂട്ടിയത്. അതിനു മുമ്പൊക്കെ അത് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കേരളത്തില് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നു. ഇപ്പൊ രാവിലെ ഞാൻ ഈ പ്രോഗ്രാമിന് ട്രെയിനിൽ കയറുമ്പോ പോലും എനിക്ക് ഈ നോട്ടങ്ങളെ, ഈ അശരീരികളെ, ഈ ശുശു വിളികളെയൊക്കെ ഇതിനെ നീക്കിക്കൊണ്ട് വേണം എനിക്ക് ഇവിടെ എത്താൻ. അത് എന്റെ മാത്രം പ്രശ്നമല്ല, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് അതുപോലെ ഉണ്ട്. അങ്ങനെ നമ്മളൊരു ആ ഒരു കൺസ്ട്രക്ഷനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഒരു പ്രോഗ്രാമിന് മുമ്പ് സെലക്ട് ചെയ്യാനുള്ള വസ്ത്രം പോലും നമ്മളെ കൺഫ്യൂസ് ആവുന്നത്. ഇന്ന് ചുരിദാർ ഇഡലിയിൽ ഒന്ന് കുനിവ പ്രശ്നമാവോ, ഇന്ന് അവിടെ പ്രശ്നമാവോ? നമ്മൾ യഥാർത്ഥത്തില് അങ്ങനെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇടത്തിൽ തന്നെയാണ് മീഡിയം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ കണ്ടെടുത്തോളം ഇവിടെ വുമൺ ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫോട്ടോഗ്രാഫി, ഞാൻ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള സതിചേച്ചി മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ജേർണലിസ്റ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന. അങ്ങനെ വളരെ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ്. ഇപ്പം ലൈറ്റിംഗ് ചെയ്യുന്ന സ്ത്രീകള്, കൺസോളിലിരിക്കുന്ന സ്ത്രീകള്, അങ്ങനെ ഒട്ടും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എണ്ണത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് അങ്ങനെയൊന്നും ഒരു ജെൻഡർ ഇൻക്ലൂഷൻ ആയിട്ടുള്ള ഒരു ഇടമായിട്ടൊന്നും മാറിയിട്ടില്ല. തോന്നുന്നു പഴയതിൽ കൂടുതൽ സ്ത്രീകൾ ഈ പറയുന്ന രീതിയിലേക്ക് അവരുടെ ആ ഒരു സെൻസിറ്റിവിറ്റിയെ മറന്നുപോയി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പതിവിൽ കൂടുതൽ അവര് ദൈവത്തെ ആശ്രയിക്കുന്ന രീതിയിലേക്കൊക്കെ പോകുന്ന ഒരു സന്ദർഭം. കാരണം മീഡിയ പോലും ഇപ്പം പുരോഗമനപരമായിട്ടുള്ള ഒത്തിരി എഴുത്തുകൾ വരുന്ന, അപ്പൊ ഞാൻ മാതൃഭൂമിയിൽ കോളം റൈറ്റർ ആയിരുന്നു ഫസ്റ്റ്. അപ്പൊ അന്ന് ഇറ്റ്ഫോക്കിന് ഒരു സമയത്ത് 2018, അപ്പൊ അന്ന് ഞാൻ ഇറ്റ്ഫോക്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ വന്നിട്ട് സംസാരിക്കുകയും ഇന്റർവ്യൂ എടുക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു, പിറ്റേ ദിവസം വാർത്ത വന്നപ്പം ഭിന്നലിംഗക്കാരുടെ ശബ്ദമായി ശീതൾ, ഭിന്നലിംഗക്കാരുടെ ശബ്ദമായി ശീതൾ. അപ്പൊ ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന്റെ പിറ്റേ ദിവസം നിങ്ങൾ എന്തുകൊണ്ടാ ഈ പേര് ഉപയോഗിച്ചത്? അതാണ് ഇവിടെ വാക്ക്, ഇവിടെ മലയാളത്തിൽ ഇതാണ് വാക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, മലയാളത്തിൽ ആരാ നിങ്ങളോട് പറഞ്ഞത് ഇത് മലയാളമാണോ? അല്ല, ഇങ്ങനെയാണ് ഉപയോഗിക്കാറ്. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ അതെങ്ങനെ ഉപയോഗിക്കാൻ പാടും? ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. യഥാർത്ഥത്തില് ആ വാക്ക് സംസ്കൃതമാണ്. ഭിന്നലിംഗം എന്നുള്ളൊരു വാക്ക് സംസ്കൃതമാണ്. അതും ട്രാൻസ്ജെൻഡർ വ്യക്തികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊരു ദിവസം ഒരു നാഷണൽ കോൺഫറൻസ് ട്രിവാൻഡ്രത്ത് നടക്കുമ്പോൾ അന്നത്തെ SJD മിനിസ്റ്റർ ശൈല ടീച്ചർ പറയാണ്, ഭിന്നലിംഗക്കാർ, മൂന്നാലിംഗക്കാർ എന്നൊക്കെ സംസാരിക്കുമ്പോൾ ഉറക്കം നിന്ന് എണീറ്റ് വിളിച്ചു പറഞ്ഞു, ഞങ്ങള് ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. മലയാളത്തിൽ വേറെ വാക്കില്ല, മലയാളത്തിൽ വാക്കില്ല. ആ വാക്കില്ലെങ്കിലും ഞങ്ങളെ ഈ വാക്കുകൾ വിളിക്കരുത്. മൂന്നാലിംഗം എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് അതൊരു പ്രശ്നമാണ്. അപ്പം നമ്മളിവിടെ 3ഉം 1ഉം ഒക്കെ നിശ്ചയിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണോ അനുപമ തന്ന എക്സസൈസിനെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പുരുഷന്മാരായിരിക്കുമെന്ന ചിന്ത വന്നത്, അതേ ചിന്ത തന്നെയാണ് ഈ 3ആം ലിംഗം എന്നൊക്കെ നമ്മളെ പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. യുനോ, കാരണം ജെൻഡർ എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിലാണോ പെണ്ണോ ട്രാൻസോ ന്യൂട്രലോ ഇൻക്ലൂഷനോ സമയം ഓക്കെ അങ്ങനെ വളരെ ബന്ധപ്പെട്ടൊന്നും അല്ല കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ച് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ അത് ആണുങ്ങളായിരിക്കാം എന്നുള്ളതൊക്കെ ഒരു ചിന്ത. അങ്ങനെ ടീച്ചറാണ് ആദ്യമായിട്ട് ഒരു ജിയോ പാസ്സാക്കുന്നത്. ഇനി മാധ്യമങ്ങളിലോ സർക്കാർ രേഖകളിലോ ഭിന്നലിംഗമെന്നോ മൂന്നാലിംഗമെന്നോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്നുള്ളത് സർക്കാർ ജിയോ ഇറക്കുന്നത്.
നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചതുകൊണ്ടാ. അപ്പം അതിനുശേഷം വലിയൊരു ചേഞ്ച് മീഡിയാസിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പത്രപ്രവർത്തകനായിട്ട് എനിക്ക് അന്ന് ഇറ്റ്ഫോക്കിന്റെ വേദിയിൽ വെച്ച് സംസാരിക്കേണ്ടി വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ എഴുതൂ, നിങ്ങളെ കുറിച്ച് എഴുതാൻ എനിക്ക് ഇങ്ങനെ പറ്റൂ. ഞാൻ പറഞ്ഞു, അങ്ങനെ എഴുതരുത്, അത് തെറ്റാണ്. എന്നുവെച്ചാൽ നിങ്ങൾ വേറെ വാക്ക് കൊണ്ടുപോവാ, ഇതെന്റെ ജോലിയാണോ ഈ വാക്ക് കൊണ്ടുവരുന്നത്? അപ്പൊ ഞാൻ നിങ്ങളൊരു ട്രാൻസ് വ്യക്തി ആണെങ്കിൽ നിങ്ങൾ ആ ഭാഗത്ത് നിന്നും ആലോചിച്ച് നോക്കുമോ? ആ വാക്ക് തെറ്റാണ്. അത് നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതുന്നതിലൂടെ സമൂഹത്തിലേക്ക് എത്രത്തോളം നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. പുതിയ തലമുറ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, അവർ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. എന്നിട്ടും എനിക്ക് അയാളോട് തർക്കിച്ച് എനിക്ക് അന്നത്തെ ദിവസം മുഴുവൻ എന്റെ മൂഡ് ഓഫ് ആയി എന്നുള്ളതാണ്. കാരണം നമ്മൾ ബഹുമാനപൂർവ്വം കാണുന്ന മാധ്യമപ്രവർത്തകരെന്നുള്ള നിലയ്ക്ക് അത്തരം ആൾക്കാരായിട്ട് ഒരു സൗഹൃദമുണ്ട്. ആ സൗഹൃദത്തെ വളരെ മോശപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം അന്ന് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. എനിക്ക് വളരെ വിഷമം ഉണ്ടായി അന്ന് ആ സമയത്ത്. ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴോ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അതിനുശേഷം ഒക്കെ ഒത്തിരി ചേഞ്ചസ് മീഡിയയുടെ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. മീഡിയ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും സാറ ടീച്ചറും അനുഭവം ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് പവർ എന്നുള്ളത്, തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കപ്പെടണം എന്നുള്ളതാണ്. നേരത്തെ അതും കൂടി ഞാൻ കൂട്ടാൻ ആഗ്രഹിക്കുന്നു. അപ്പം ന്യൂസ് മിനിറ്റ് പോലുള്ള മാധ്യമങ്ങളിൽ ജെൻഡർ സെൻസിറ്റിവിറ്റി മാത്രമല്ല, രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യയില് വലതുപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് പോലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇടതുപക്ഷ മാധ്യമങ്ങൾ നമ്മൾ ഒരു കാലത്ത് പറഞ്ഞിരുന്നു. ഇന്ന് ഏത് മാധ്യമങ്ങളെയാണ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നത്? ബുദ്ധിമുട്ടാണ്. പക്ഷെ ന്യൂസ് മിനിറ്റ് പോലുള്ള മാധ്യമങ്ങൾ അത്തരം വലതുപക്ഷ രാഷ്ട്രീയത്തെ പോലും കൃത്യമായിട്ട് അഡ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഉദാത്തവൽക്കരിച്ചുകൊണ്ടല്ലാതെ തന്നെ കൃത്യമായിട്ട് എഴുതാനും കാര്യങ്ങൾ ക്ലാരിറ്റി ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഇപ്പം കുറച്ചു നാൾ മുമ്പ് ഒരു മാധ്യമപ്രവർത്തന നേതൃത്വത്തിലാണ് ഇത്തരം ഫാസിസത്തിനെതിരെ നേരെയുള്ള ഒരു ഫെസ്റ്റിവൽ WLF വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കാരവാന്റെ എഡിറ്റർ ഒക്കെ ചെയ്തത്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തനത്തിലുള്ള വലിയ നൂതനമായിട്ടുള്ള ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. അങ്ങനെ തന്നെയാണ് പോവേണ്ടത്. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ ഒരു യൂട്യൂബ് ചാനൽ വെച്ച് നടത്തുന്ന ഒരു പുരുഷനെ ഇന്ത്യൻ പ്രധാനമന്ത്രി പേടിക്കണമെങ്കിൽ, ദിവ്യരാഷ്ട്രീയെ പോലുള്ള ഒരു വ്യക്തിയെ പേടിക്കണമെങ്കിൽ, ആ രാഷ്ട്രീയ അനുഭവങ്ങൾ അയാളെ പേടിക്കണമെങ്കിൽ മീഡിയക്ക് വലിയൊരു പവറുണ്ട്, ഒരു വ്യക്തിക്ക് ഒരു പവറുണ്ട്, സിസ്റ്റത്തിന് വലിയ പവറുണ്ട്. അത് വളരെ സെൻസിറ്റീവ് ആയിട്ട് തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കണം, സെൻസിബിൾ ആയിരിക്കണം, അവെയർ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രായവ്യത്യാസമൊന്നുമില്ല. ഞാൻ ചീഫ് എഡിറ്ററാണ്, എനിക്കെല്ലാം അറിയാം. ഞാൻ എഡിറ്ററാണ്, എനിക്കെല്ലാം അറിയാം. ഞാൻ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്, എനിക്കെല്ലാം അറിയാം എന്നുള്ളതല്ല. പക്ഷെ ഇന്ന് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു എഡിറ്ററേക്കാളും നോളജ് ഉണ്ട്, നോളജ് സെൻസ് ഉണ്ട്. ആഫ്റ്റർ കോവിഡ്, പോസ്റ്റ് കോവിഡില് അത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം ചർച്ച ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടിയതിലും ഒരു പാനലിൽ ഇരിക്കാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം. എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ ഇന്ന് പറയുകയാണ്. ആശംസകൾ. താങ്ക് യു ശീതൽ.